കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തിനടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവൻ്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ പുത്രനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവരെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷേ അവനെ സുഖപ്പെടുത്താൻ അവർ കഴിഞ്ഞില്ല. യേശു പ്രതിവദിച്ചു, വിശ്വാസമില്ലാതെയും വഴിപഴച്ചതുമായ തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. യേശു അവനെ ശാസിച്ചു. പിശാച് അവനെ വിട്ടുപോയി. തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുമണുകോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്കൊന്നും അസാധ്യമായിരിക്കുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള ഒരു തിരിച്ചറിവാണ്, വിശ്വാസ ജീവിതത്തിൽ ഇത്രത്തോളം വളർന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ വിശ്വാസത്തിൽ എനിക്കൊരു ആർദ്രത ഉണ്ടാവുന്നില്ല, ഒരു അടിത്തറ ഉണ്ടാവുന്നില്ല ഒരു കാര്യം പലപ്പോഴും നമ്മൾ ഉന്നയിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ നിമിത്തം പലപ്പോഴും ആ ഒരു ചോദ്യത്തിലേക്ക് പലപ്പോഴും പല ആൾക്കാരും നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചേരാറുണ്ട്. എന്തുകൊണ്ട് ഇത്രയും നാൾ വിശ്വാസത്തിൽ ജീവിച്ചിട്ടും ആ ഒരു വിശ്വാസത്തിന് കുറച്ചുകൂടി ആഴമില്ലാത്ത രീതിയിൽ നിങ്ങൾ ജീവിക്കുന്നു? സുവിശേഷത്തിൽ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ അവസാനം പറയുന്നുണ്ട്, ഒരു കടുകുമണിയോളമെങ്കിലും വിശ്വാസം. കാരണം ഒരുപക്ഷെ നമ്മൾ ഈ പറഞ്ഞതുപോലെ വിത്തുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഏറ്റവും ചെറുതാണ് ഈ കടുക്. പക്ഷേ ആ കടുകിന് ഒരു ഉറപ്പുണ്ട്, അല്ലെങ്കിൽ അതിന് അത്രത്തോളം ശക്തിയേറിയ ഒരു വിത്താണെന്നുള്ളത് തിരിച്ചറിവ് നമുക്കറിയാം. പലപ്പോഴും ആ ഒരു കാലഘട്ടത്തിലെ പല ധാന്യങ്ങളും വിത്തുകളും എടുത്ത് പരിശോധിക്കുമ്പോൾ പൊള്ളയായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനപ്പുറത്തോട്ട് എന്തുകൊണ്ട് ഈ കടുക് തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കുമ്പോൾ അത്രത്തോളം ശക്തിയുള്ള ഒരു വിത്തായിരുന്നു കടുക്. നമ്മുടെ വിശ്വാസവും ഇതുപോലെ തന്നെ അനുരൂപരാകാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. നമുക്കറിയാം, ഇത്രയും നാൾ നമ്മൾ വിശ്വാസ ജീവിതത്തിൽ മുന്നേറി പോകുമ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ദൃഢതയുള്ളവാനും അല്ലെങ്കിൽ ആഴപ്പെടാനും നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. സുവിശേഷത്തിൽ പലയിടങ്ങളിലായിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് അല്പവിശ്വാസി എന്ന് തമ്പുരാൻ പലപ്പോഴും പല ഭാഗങ്ങളിലും വിശേഷിപ്പിക്കുന്നത്. ഒരു പക്ഷേ ആ ഒരു കാര്യം പരിശോധിക്കുമ്പോഴും നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്പവിശ്വാസി എന്ന് പറയുമ്പോൾ വിശ്വാസക്കുറവ് നിമിത്തമല്ല, പക്ഷേ അതിനപ്പുറത്തോട്ട് വിശ്വാസമുണ്ടായിട്ടും ആ വിശ്വാസം പലപ്പോഴും ഒരു ഉപകരണത്തിനപ്പുറത്തോട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാക്കി മാറ്റി നമ്മൾ പലപ്പോഴും ജീവിക്കേണ്ടി വരുമ്പോഴും നമ്മൾ ആ വിശ്വാസത്തിൽ നിന്ന് എവിടെയോ പുറകോട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളി നിറഞ്ഞ നിമിഷമോ അല്ലെങ്കിൽ നമ്മളൊന്ന് കുലുക്കപ്പെടുന്നൊരു നിമിഷമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ വിശ്വാസ നിമിത്തം പലപ്പോഴും നമ്മൾ സംശയത്തിന് നിഴലിലേക്ക് പോകുന്ന പല അവസരങ്ങളും പല അവസ്ഥാന്തരങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഓർക്കുക, ഈ അല്പവിശ്വാസി എന്നുള്ളൊരു പദം എൻ്റെ ജീവിതത്തിൽ നിന്ന് തമ്പുരാൻ ഒരിക്കലും എന്തെങ്കിലും വിളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. കാരണം വിശ്വാസിയാകുന്നു എന്നുള്ള കാര്യത്തിനപ്പുറത്തോട്ട് ആ ഒരു വിശ്വാസത്തിൽ എത്രത്തോളം നമ്മൾ ആഴപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ പലപ്പോഴും തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഈ ഒരു സുരക്ഷിത ഭാഗം കാണുമ്പോഴും അതിനൊരു ആദ്യ ഭാഗത്തിൽ അവർക്കത് എന്തുകൊണ്ട് പറ്റിയില്ല എന്നുള്ളൊരു കാര്യം അത് കഴിഞ്ഞ് വരുന്ന ഭാഗത്തിൽ അവർ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ഒരു അവിശ്വാസക്കുറവിനപ്പുറത്തോട്ട് നമ്മുടെ ജീവിതത്തിലും എന്തൊക്കെയോ സംഭവിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഇതുപോലുള്ള ചോദ്യങ്ങൾ ദൈവസന്നിധിയിൽ പലപ്പോഴും നമ്മൾ ഉണർത്താറുണ്ട്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അതിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം പ്രാർത്ഥിക്കുകയും നിന്നിൽ വിശ്വസിക്കുകയും ചെയ്യുകയും ചെയ്യുന്നതിനപ്പുറത്തോട്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നില്ല? ഈ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ ഉണർത്തുന്നതാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എൻ്റെ വിശ്വാസവും എത്രത്തോളം ആഴത്തിലുള്ളതാണ്. ഒരു അല്പവിശ്വാസിയുടെ ഒരു വിശ്വാസമാണോ അതിനപ്പുറത്തോട്ട് ആഴമുള്ള ദൃഢതയുള്ള ഒരു മനുഷ്യൻ്റെ വിശ്വാസമാണോ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ നിന്നുള്ള കാര്യം നമുക്ക് ഓരോ ദിവസവും തിരിച്ചറിയാം. ഒപ്പം ഈ പറഞ്ഞതുപോലെ
ഒരു കടുകുമണിയോളം എങ്കിലെന്ന് പറയുന്നുണ്ട്. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആ ഒരു വിശ്വാസത്തിൽ പലപ്പോഴും നമ്മൾ ആഴപ്പെടാനും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു മുന്നേറുമ്പോഴും അത്രത്തോളം വിശ്വാസത്തിൽ പൂർണ്ണതയുള്ളവരാകാനും നമുക്ക് പരമാവധി പരിശ്രമിക്കാം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.